നമ്മൾ നമ്മുടെ 4th ആൽഫബറ്റുമായിട്ട് തിരിച്ചു വന്നേക്കുവാണ്. 4th ആൽഫബറ്റ് ഏതാ? ഡി അല്ലേ? ഡി. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രോ ഈച്ച് അതർ, അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പടം വരയ്ക്കാം. ക്യാൻവാസ് ഒന്നും കിട്ടിയില്ല. നമ്മളെ തന്നെ വരയ്ക്കണോ? നമ്മളെ തന്നെ. മലയും കാടും അതൊന്നുമല്ല, നമ്മളെ തന്നെ വരയ്ക്കാം. ഇത് അതിന്റെ ഏതെങ്കിലും ഒരു പേജ് വരച്ചോ. എനിക്ക് മലനിരയും കാക്കയായിരുന്നു വരയ്ക്കണ്ടേ. ഇതിന്റെ അകത്ത് ഇവിടെ ഇഷ്ടം പോലെ ഇടയുണ്ട്. നടുക്കൊന്നും വരയ്ക്കില്ല. എന്നിട്ട് ഇത് നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കും. ഈ കളറൊക്കെ നമുക്ക് മനുമോൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, മനുമോന്റെ കളറുകൾ. അപ്പൊ നമ്മള് ടൈം ഇത് അവർക്ക് LKG മേടിച്ചു കൊടുത്ത ഞാൻ മേടിച്ചതാ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10 മിനിറ്റ് ടൈമർ വെക്കും. 10 മിനിറ്റിനകം വരച്ചു തരും. ടൈമർ എവിടെ വെക്കുന്നത്? ഫോണിൽ വെക്കാം. അത് എന്നെ കാണിക്കില്ലേ, ലാസ്റ്റേ കാണിക്കാവുള്ളൂ. ഏതാ എടുക്കണ്ട? എനിക്ക് ഞാൻ എന്തൊക്കെ എടുക്കാം ദൈവമേ. ഒളിനെ നോക്കല്ലേ കേട്ടോ. ഇതിന് ഞാൻ എങ്ങനെ വരയ്ക്കണ്ടേ ദൈവമേ. ഇങ്ങനെ ടൈമർ ഇട്, എനിക്ക് സമയമില്ല. പെട്ടെന്ന് വരച്ചു തീർത്തിട്ട് എനിക്ക്. ഹേ സിറി, സെറ്റ് ടൈമർ ഫോർ 10 minutes. 10 minutes starting now. അഹങ്കാരം. അങ്ങനെ സിറി അതുകൊണ്ടൊക്കെ വരയ്ക്കാൻ അറിയാമോ? എനിക്ക് പെൻസിൽ കൊണ്ട് അറിയാൻ അറിയത്തുള്ളൂ. ഇത് ഭയങ്കര പാടാണല്ലോ. നീ ഇവിടെ നോക്കിക്കേ. വരക്കായിരിക്കും. പാടാ കേട്ടോ. ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല ഇത്. എന്റെ മനുമോനെ ഇത് വരച്ചു കഴിയുമ്പോ കോമഡി ആയ അവൾ എന്നെ കൊല്ലും. ഇതിന്റെ മുടിയൊക്കെ ഞാൻ വരച്ചു കഴിഞ്ഞു. ആണോ? അങ്ങനല്ലല്ലോ എന്റെ മുടിയുടെ ഒച്ച. എന്റെ അവസാനം ഞാൻ കളർ അടിക്കാവേ. ഈ കളർ അടിക്കാൻ അറിയത്തില്ല. അതിപ്പോ എല്ലാരും അറിഞ്ഞിട്ടോ. പക്ഷേ ഇതില് താടി വരയ്ക്കാൻ ഇടയില്ലല്ലോ. ഞാൻ വരയ്ക്കും, എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. എത്ര വർഷത്തിന് ശേഷമാണ് പടം വരയ്ക്കുന്നു? ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് പെൻസിൽ ഡ്രോയിങ് മതി കേട്ടോ. ഇതിൽ എനിക്ക് പടം കളർ അടിക്കാൻ എനിക്ക് അറിയത്തില്ല. അയ്യോ പുരുകം കലിപ്പായി പോയി. ഇനി ഞാനിത് എങ്ങനെ നേരെയാക്കും? പെൻസിൽ കൊണ്ട് വരച്ചാ പോരായിരുന്നോ? തൂക്കായിരുന്നല്ലോ, ഡബർ ഉണ്ടായിരുന്നു. മൂക്കൊക്കെ എങ്ങനെയായിട്ടാ വരയ്ക്കുന്നേ? ദൈവമേ, ഇത് ഭദ്രകാളിയെ പോലെ ആവുകയാണല്ലോ വരച്ചു വരുമ്പോ. ഭദ്രകാളിയുടെ കണ്ണ. ഓക്കെ, അതിനെ ഞാൻ വരച്ചു കഴിഞ്ഞു. എന്തൊരു ചേർച്ച. അതിന്റെ മുടി ഇങ്ങനെയൊക്കെ കിടക്കാറുണ്ട്. വള്ളം പോലെ ഇവിടെ ഇരിക്കും. ദൈവമേ, ഗൗരിയുടെ കൈ പാമ്പിനെ പോലെ ആയി. അയ്യോ, ഞാൻ വൈഡാ വരച്ചത്. ചിരിക്കല്ലോ ഇവിടെ വന്ന്. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്വമായി സുഭദ്ര. എനിക്ക് സ്കിൻ കളർ വേണം. സ്കിൻ കളർ ഏതാ? മഞ്ഞ ഓറഞ്ച്. മഞ്ഞ ഓറഞ്ച് കൂടെ മിക്സ് ചെയ്യണോ? എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. ഇതിട്ട് വെത്തിട്ട് ഇല്ല, ഇതിന് ടിഷ്യൂ പേപ്പർ എടുത്തു വെക്കാൻ പറഞ്ഞു. ഞാനതൊരു പിന്നായോ പോലെ കണ്ടു. എനിക്ക് വെള്ളം വേണം. വെള്ളം ഇതാണടി ഞാൻ. അതും വേണം എന്റെ. ഉടുപ്പിന്റെ കളർ. അതെന്നാ സാധനം? ഇത് പിനഫോറാ, മനസ്സിലായോ? അറിയത്തില്ല എന്നോട് ചോദിച്ചാ ഞാൻ പറഞ്ഞുതരാം. ഇത് മറ്റേ അടുക്കളയെ കുക്ക് ചെയ്യുമ്പോ ഇടുന്നേ. അയ്യോ അയ്യോ 10 minutes ആവാൻ എത്ര പഞ്ഞ ഓറഞ്ച് കൂടെ മിക്സ് ചെയ്ത സ്കിൻ കളർ കിട്ടും. കാവി കളറായിട്ട് ഓറഞ്ചിനകത്ത് വെള്ളം മിക്സ് ചെയ്തു. സ്കിൻ കളർ എവിടെയുള്ള? സ്കിൻ കളർ ഇല്ല. അല്ല, നീ വരച്ച് മിക്സ് ചെയ്തത്. അയ്യോ, ഞാൻ വരച്ചത് കുളമായി. ഇത് കറക്റ്റ് ആയിട്ടാ. ഇതിന്റെ ഷേപ്പ് എനിക്ക് ഇതിന് ഇങ്ങനെ തോന്നുന്നുണ്ട്. ഞാനാന്ന് ഇവിടെ പറയുന്നത്, എനിക്ക് തോന്നുന്നില്ല. സ്കിൻ കളർ എവിടെ ഇതിന്? സ്കിൻ കളർ അല്ലോ, മഞ്ഞ കളറാണല്ലോ. മഞ്ഞ, നിനക്ക് മഞ്ഞ മതി. നിനക്കും മഞ്ഞ. എനിക്ക് മഞ്ഞ വേണ്ട, എനിക്ക് നല്ല കളർ വേണം. ഞാൻ മിക്സ് ചെയ്തെടുത്തപ്പോ മഞ്ഞയായി പോയി. സമയമില്ല, ഞാൻ മിക്സ് ചെയ്തടിക്കാൻ പോവാ. ഇത് മഞ്ഞപ്പിത്ത
മുണ്ടായി പോയതാണ്, വേറെ ഉടുപ്പായിരുന്നേ. അപ്പോ മഞ്ഞ കളറിലായിട്ടാണ്. അത് പറ്റിയല്ല, എനിക്ക് നല്ല സുന്ദരമായിട്ട് എന്റെ കളർ. സ്കിൻ കളർ എങ്ങനെയാണ് ഉണ്ടാക്കണേ? ആ എന്റെ ജോലി കറക്റ്റായി. കറക്റ്റ് ആയിട്ട് ആ പുള്ളിയുടെ ഷേപ്പ് ഉണ്ടല്ലേ. കാണിച്ച താടി എന്താ ഉണ്ടോ നോക്കട്ടെ. ഇവിടുന്നേ ഉണ്ടോ? അവൻ ഗൗരിയെ മരിച്ചു കഴിഞ്ഞ് ബ്യൂട്ടിഫിക്കേഷൻ തുടങ്ങി. Okay, guys. അയ്യോ കഴിഞ്ഞു ടൈം. എനിക്ക് ഇച്ചിരി സമയം കൂടെ തരുമോ? ഉടുപ്പടിക്കാൻ കേട്ടോ എന്നാ ഒരു ഇതാ ഇച്ചിരി നീല കളിക്കാൻ അലങ്കാരം എന്ന് പറഞ്ഞ ഇതാ. ഇതെന്നാണ് ഇത്? ആ എന്റെ പ്രശ്നം ഇത് വരച്ചാലും എനിക്ക് ശരിയാകത്തുള്ളത്. പണ്ട് മുതൽ പടം വരയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉയർത്തെഴുന്നേപ്പോ ഇല്ല എനിക്ക് നീ സമയം നീ സമയം എടുത്തു. അപ്പൊ എനിക്ക് ഇതാക്കണം. ഇപ്പഴല്ലേ പടം വരെ പൂർണ്ണമായി. അയ്യോ എനിക്ക് ഒരു സാധനം കൂടെ അതുകൂടെ തീർന്ന പൂർണ്ണമായി. ഓ കഴിഞ്ഞു. ശരിയല്ല നിങ്ങൾ റേറ്റ് ചെയ്യണം ഏതാ നല്ല ഡ്രോയിങ്. ഇത് കൊള്ളാം, ഞാൻ സമ്മതി. പക്ഷെ ഇതിന് ഇങ്ങനെ മറ്റേ അങ്ങനൊന്നും അല്ല എന്റെ മുടി. അമ്പടി താടി ഉള്ളതുകൊണ്ട് നിനക്ക് പണി എളുപ്പമായി. എനിക്ക് ആ ഈ ചുരുണ്ട മുടിയെ വരയ്ക്കാൻ കിട്ടിയുള്ളൂ. എന്റെ മുടി അത്രേ ഉള്ളോ? അല്ലല്ലേ, ഇവിടെ നിന്ന് കാണുമ്പോ അത്രേ ഉള്ളൂ. ഇതന്നെ ഇത്. അയ്യേ ഇച്ചിരി ചെറുതായി പോയി. അപ്പൊ ഇച്ചിരി വലുതാക്കി വരയ്ക്കാന്ന് കണ്ടോ. അപ്പൊ ഇതില് ജയിച്ചത് ഞാൻ തന്നെ. ഇതിനൊരു മനയുണ്ട്, സൂര്യനുണ്ട്. രണ്ടും കണക്കാണ്. ഞങ്ങളുടെ പെയിന്റർ മനുമോനെ ക്ഷണിക്കുകയാണ് ഇത് ജഡ്ജ് ചെയ്യാൻ. ആരാ മനുമോനെ ജയിച്ചത്? മനുവിന് നല്ലതായിരിക്കും. എന്നാലും എന്റെ നിലനിൽപ്പിന് വേണ്ടി ഗൗരിയുടെ കുറച്ചുകൂടെ കളറുണ്ട്. അതിന്റെ ലുക്കോട്ടെ. അത് ഗൗരിയാ. അതിന്റെ സ്വപ്നങ്ങളിലെ ഗൗരി. അപ്പൊ നമ്മുടെ ആ ഉടുപ്പൊക്കെ നോക്കിയാട്ടെ. ഇല്ല, രണ്ടുപേർക്കും 10 മുട്ട. ഇതാണ് ഞങ്ങളുടെ ഇത് ഞാൻ ആദ്യം പഠിച്ചതാ. ക്രിയേറ്റിവിറ്റിക്ക് ഞാൻ ചേട്ടനത് ലക്ഷങ്ങൾ അനുവദിക്കുന്ന ക്രിയേറ്റിവിറ്റി. എന്നാ അതേ നോക്ക്, കാക്കയും സൂര്യനും മലയും. ഇതാ പിള്ളേരുടെ മണ്ട അതിന്റെ ക്ലിപ്പെങ്കിലും വരയ്ക്കാനുള്ളതുണ്ടായിരുന്നു അതില്. പിന്നെ ഇനി അതിന് ഞാൻ കളർ ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ പറയണെങ്കിൽ ഏതാണ് നല്ലതെന്ന്. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് ഏതാ? അടുത്ത ലെറ്റർ ഏതാ? അല്ല എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എലഫന്റിനെ എവിടെയാ കിട്ടുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈയുമായിട്ട് കാണാം. അതെപ്പോഴും ചെയ്യുന്നത് മതി. അപ്പൊ ഇതിന്റെ കമന്റ് നിങ്ങൾ ഇടുക. ആരും കമന്റ് ചെയ്തില്ലെന്ന് എനിക്കറിയാം. ഇവിടെ നിൽക്കുന്ന തെറ്റുകളെങ്കിലും കമന്റ് ചെയ്ത് 2 കമന്റിന്റെ വീഡിയോ ഉണ്ടാക്കി തന്നെ. സബ്സ്ക്രൈബും ബെല്ലൈക്കണും ഉണ്ട്. ഞാൻ ജയിച്ചു, ഞാൻ പോവാ. ശരി, അപ്പൊ നമ്മൾ വൈകിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. ടാറ്റ പറ. എപ്പോഴും ഞാൻ പറയണം. ബൈ.